കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ഒരു യുവതിയുടെ ആത്മഹത്യാ കേസിൽ യുവതിയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാമുകനെതിരെ പ്രേരണാകുറ്റം ചുമത്തപ്പെടുകയുണ്ടായി. അത്തരത്തിലുള്ള തെളിവ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 306 വകുപ്പ് പ്രകാരമുള്ള കുറ്റം സ്ഥാപിക്കാൻ മതിയായ തെളിവാണോ എന്നതാണ് കോടതി വിലയിരുത്തിയത്. കുറ്റാരോപിതന്റെ ഉദ്ദേശ്യം എന്തായിരുന്നുവെന്ന് തെളിയിച്ചാൽ മാത്രമേ IPCയുടെ 306 വകുപ്പ് പ്രകാരമുള്ള കുറ്റമാകുകയുള്ളൂ. കുറ്റാരോപിതന്റെ പ്രവൃത്തി യുവതിയുടെ മനസ്സിൽ ആത്മഹത്യക്കുള്ള പ്രേരണയുണ്ടാക്കി എന്നതുകൊണ്ട് അതൊരു കുറ്റമാകുന്നില്ല. കുറ്റാരോപിതന്റെ അത്തരം പ്രവൃത്തികൾ യുവതിയെ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ചെയ്തതായിരിക്കണം. IPCയുടെ 107 വകുപ്പ് പ്രകാരമുള്ള പ്രേരണ നൽകിയിട്ടില്ലെങ്കിൽ ഒരാൾക്കെതിരെ IPCയുടെ 306 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്താനാകില്ല. കുറ്റാരോപിതന്റെ പ്രവൃത്തിയും ആത്മഹത്യയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. കുറ്റാരോപിതൻ യുവതിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനാണ് അത്തരം പ്രവൃത്തികൾ ചെയ്തതെന്ന് സ്ഥാപിക്കത്തക്ക തെളിവുകളും ഉണ്ടായിരിക്കണം. കുറ്റാരോപിതനുമായുള്ള പ്രണയബന്ധത്തിന്റെ പരാജയമാണ് ആത്മഹത്യയുടെ കാരണമെന്ന ഡയറിയിലെ സൂചനയുൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളും ശരിവച്ചാലും അത് IPCയുടെ 306 വകുപ്പ് പരാമർശിക്കുന്ന കുറ്റമാകുന്നില്ല. ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ രാഹുൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 2024 KHC ഓൺലൈൻ 1407 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ആത്മഹത്യ പ്രേരണയുടെ വ്യക്തവും കൃത്യവുമായ തെളിവുകളില്ലാതെ യുവതിയുടെ ഡയറിയിലെ പ്രണയപരാജയമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന സൂചനകൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് കുറ്റാരോപിതനെതിരെ IPCയുടെ 306 വകുപ്പ് പ്രകാരമുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ സാധിക്കുകയില്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.